ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നേ. പനിയൊക്കെ ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിരിക്കുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നേ മോളുടെ മുടിയൊന്ന് മുറിക്കാൻ. നല്ലപോലെ വളർന്നേ. ഇവിടെ കാലാവസ്ഥ മോശമായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തല വേർത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മുടിയൊന്ന് വെട്ടിക്കളയുവാണെങ്കിൽ ബാക്ക് സൈഡിലൊക്കെ ഒന്ന് എടുത്ത് വിടുവാണെങ്കിൽ വേർപ്പിൻ്റെ അത്ര ഇത് വരികയില്ലല്ലോ. അപ്പോൾ പനിയൊക്കെ ആണെങ്കിലും തല വേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് പനി വരുമല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കഴിഞ്ഞ് കുറച്ച് നേരം മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആളോ ആക്റ്റീവായിരുന്നേ. എന്നാൽ പിന്നെ വിചാരിച്ചു ബാർബർ ഷോപ്പിൽ പോയി മുടിയൊക്കെ മുറിച്ചേക്കണം. അപ്പോൾ അച്ഛനെയും കൂട്ടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം, എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം മുടി മുറിക്കാൻ പോണേ. അപ്പോൾ ഏട്ടനും ഇല്ല. ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, പനിയല്ലേ, പിന്നെ മുടി എടുത്തേക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം മൊത്തം മുട്ടയടിക്കണ്ടെന്ന് വിചാരിച്ച് ബാക്ക് സൈഡ് മാത്രം എന്താ പറയുക മഷ്റൂം കട്ട്. അപ്പം അങ്ങനെ മഷ്റൂം കട്ട് അടിക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പം ബാക്കിലോട്ട് നല്ലപോലെ മുടി ഇങ്ങനെ ചുരുണ്ട് കിടക്കുമായിരുന്നേ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക് തന്നെ. ഫ്രണ്ടിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ബാക്കിൽ നിന്ന് വടിച്ച് എടുക്കാമല്ലോ, അങ്ങനെയാണ് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ആളുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നു. ആൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുഞ്ഞിനെ കയറ്റിയിരുത്തി. അപ്പോൾ ആദ്യമായിട്ടാണ് തനിയെ കയറിയിരിക്കുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യം മുടി മുറിക്കാൻ പോയപ്പോഴും എൻ്റെ മടിയിലാട്ടോ ഇരുത്തിയതേ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അവളോട് പറഞ്ഞു നീ തന്നെ ഇരിക്കുമോ, അവിടെ അങ്കിള് കയറ്റി ഇരുത്തും, അവിടെ സീറ്റേ കയറി ഇരിക്കുമോ കുഞ്ഞെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഇരുന്നോളാന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നാലും എനിക്കൊരു പേടിയുണ്ടായിരുന്നു, കരയുമോ, ഈ മെഷീൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഏട്ടനുണ്ടായിരുന്നു, മടിയിലിരുത്തി ചെയ്തുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ കാണിച്ചൊക്കെ കൊടുത്ത് ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ അങ്കിള് മെഷീനൊക്കെ വെച്ച് മുറിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കും, പേടിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്തായാലും ആൾ ഓക്കെ ആയിരുന്നു. അച്ഛൻ കയറ്റിയിരുത്തി. അങ്ങനെ ധൈര്യശാലി കസേര കയറിയിരുന്ന് സെറ്റായിട്ടോ. അപ്പം മുടി വീഴാതിരിക്കാനായിട്ട് കഴുത്തേലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പേപ്പറാണെന്ന് തോന്നുന്നു, അതിങ്ങനെ ഒട്ടിച്ച് വെച്ച് അതിന് മുകളിലായി തുണി വിരിച്ചിട്ടിരുന്നു കേട്ടോ. ശരിക്കും കണ്ടപ്പോൾ എനിക്ക് ചിരിയും വന്നു. എന്നാലും ചിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഇനി ഞാൻ കളിയാക്കുന്നെന്ന് പറഞ്ഞാൽ അവൾക്ക് സങ്കടം വരില്ലേ. അതുകൊണ്ട് ഞാൻ ചിരിക്കാതെ അങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ പുള്ളിയോട് ചോദിച്ചപ്പം വീഡിയോ എടുത്തോളാനും പറഞ്ഞേ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീഡിയോ എടുത്തു. അതുകൊണ്ട് ആളെ ഹാപ്പി ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ പേടിച്ചിരിക്കുമായിരുന്നേ. നമുക്ക് ഫേസ് കാണുമ്പോൾ അറിയാമല്ലോ, ആ ഒരു പേടി ശരിക്കും മുഖത്ത് അറിയാമായിരുന്നു കേട്ടോ. എന്തായാലും ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾ കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ചിരിക്കുന്നുമില്ല. നമ്മളെന്തെങ്കിലും എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞാൽ അവൾക്കത് ഭയങ്കര വിഷമം വരുവേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു, അവളെ നോക്കി തന്നെ നിൽക്കുകയായിരുന്നേ. പിന്നെ അച്ഛൻ കുറച്ച് നേരം അടുത്ത് നിന്നിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായപ്പോൾ അവിടെ പോയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ വീടിന് അടുത്ത് തന്നെയുള്ള ബാർബർ ഷോപ്പാണ്. അപ്പോൾ ആ ചേട്ടനാണെങ്കിലും എൻ്റെ ചേച്ചിയുടെ കൂടെ പഠിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് പരിചയമുണ്ടല്ലോ. അങ്ങനെയാണ്, ഇത്ര അടുത്തുള്ളതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് പോയി വിട്ടാലോ. ഇനിയിപ്പം ദൂരെ പേട്ടയ്ക്കൊക്കെ പോകണമെങ്കിൽ പനിയല്ലേ, അപ്പോൾ നമുക്കങ്ങനെ പോയി വരാനും പറ്റത്തില്ല. ബസ്സിനൊക്കെ കയറി പോകണമെങ്കിൽ പാടാണ്. അപ്പോൾ അവളും ഇപ്പോഴാണ് ഒന്ന് സെറ്റായി വന്നത്, മരുന്നൊക്കെ കുടിച്ചതിൻ്റെ ഒരു ഇതിലിരിക്കുന്ന. എന്നാലും അധികം അങ്ങോട്ട് ആക്റ്റീവായിട്ടില്ല, എന്നാൽ കുഴപ്പമില്ല, ആ ഒരു മട്ടാട്ടോ. അപ്പോൾ മുടിയൊക്കെ ഒന്ന് മുറിച്ച് കളയാൻ തന്നെ പാതി വെളിവാകുമല്ലോ എന്ന് വിചാരിച്ചാട്ടോ അങ്ങനെ മുറിക്കാനായിട്ട് പോയതേ. അപ്പോൾ മുടിയൊക്കെ മുറിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ലെവലിലൊക്കെ ആട്ടോ ചെയ്തിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫൈനൽ ലുക്ക് കണ്ടപ്പോഴും കേട്ടോ. പിന്നെ എന്തായാലും അവളവിടെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു കേട്ടോ മുടി മുറിക്കണത് വരെ. ബ്ലേഡ് വെച്ച് ഇങ്ങനെ സൈഡിലേക്ക് ഷേപ്പ് ചെയ്യാനേ ബ്ലേഡൊക്കെ ഇട്ടപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം അവൾ നോക്കുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാൻ പോകുകയെന്നുള്ള ഇതിൽ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. പുള്ളി ആ ബ്ലേഡൊക്കെ എടുത്ത് മാറ്റിയിടുകയും അടച്ചു വെക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കൊരു ഇതുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല, പ്രതീക്ഷിച്ച പോലെ കരഞ്ഞൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്ന പനിയുടെ ഇതിലങ്ങനെ അങ്ങ് ഇരിക്കുമായിരുന്നായിരിക്കും. എന്തായാലും കരഞ്ഞൊന്നുമില്ല, അത് തന്നെ വലിയ കാര്യം. ബാക്കിലെ മുടിയൊക്കെ ട്രിം ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് ഷേപ്പൊക്കെ ആക്കി കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ഈരിട്ടിട്ട് അതിൻ്റെ ആ ലെവലൊന്ന് ആക്കി വെക്കുന്നതേ ഉള്ളൂ, അല്ലാതെ നമ്മൾ മുടി അങ്ങ് എടുക്കുന്നില്ല.
അപ്പം അങ്ങനെ മൊത്തത്തിൽ 2 പ്രാവശ്യം മുട്ട അടിച്ചതാണ്. ഇനിയിപ്പം മുട്ട അടിച്ചാലും അവിടെ കട്ടപ്പന വീട്ടിൽ ചെന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏട്ടനോട് ജസ്റ്റ് പറഞ്ഞതല്ലേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തു ഇരിക്കട്ടെ. ഏട്ടനാണെങ്കിലും സങ്കടം. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മുടി മുറിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ, കുഞ്ഞിൻ്റെ തലയിൽ മുടി ഉള്ളതാണ് ഇഷ്ടമേ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് എപ്പോഴും വേർത്തുകൊണ്ടേയിരിക്കും, തല ഇങ്ങനെ വിയർപ്പ് താന്നാലും പനി ഉണ്ടാവുമല്ലോ. പിന്നെ ജലദോഷമൊക്കെ ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ക്ലാസ്സിൽ പോകുന്നതുകൊണ്ടേ അതും ബുദ്ധിമുട്ടാണ്. കുഞ്ഞിന് എന്തെങ്കിലും വയ്യായ്കയാണെങ്കിൽ അതൊരു ടെൻഷനാണല്ലോ, അയ്യോ മരുന്ന് കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അതാ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ചെന്നപ്പോൾ ഡോക്ടറും പറഞ്ഞു മുടിയെടുത്തേക്ക്, അല്ലെങ്കിൽ പിന്നെ വിയർപ്പൊക്കെ താന്നു കഴിഞ്ഞാൽ ഒരുപാട് മുടിയൊക്കെ ഉണ്ടെങ്കിലേ അവർക്കും ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ബാക്കിലേക്ക് ശരിക്കും ഇങ്ങനെ ചുരുണ്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ്. എന്തായാലും മുടിയൊക്കെ മുറിച്ചു. പിന്നെ വീട്ടിൽ ചേച്ചിയും കൊച്ചുമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെന്നിട്ട് ഇനിയിപ്പം ആക്റ്റീവായിട്ട് കളിക്കുകയൊക്കെ ചെയ്യണം അവൾക്കും. അതുകൊണ്ട് അവൾ ബലം പിടിച്ചിരിക്കുമൊന്ന് വേഗം കഴിഞ്ഞാൽ മതി എന്നുള്ള ഇതിലായിരുന്നു കേട്ടോ. അങ്ങനെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടേ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോൾ ഒരു മുസ്ലിം കുട്ടിയുടെ ഒക്കെ ഒരു ലുക്കുണ്ട്. ഇത് കണ്ടോ, ഈ സെറ്റപ്പിലാണ് കേട്ടോ ഇരുത്തിയത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പൈസയൊക്കെ കൊടുത്ത് ഇറങ്ങിട്ടോ, ചെരുപ്പൊക്കെ ഇട്ടു ഇറങ്ങി. തിരിച്ച് അച്ഛൻ്റെ കയ്യെ പിടിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ വീട്ടിൽ വന്നിപ്പോൾ എന്നോട് പറഞ്ഞു ലേസ് വേണം. അപ്പോൾ ലേസ് വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ പോയതേ മുടി മുറിക്കാനേ. പിന്നെ ഞാൻ പോയി കടയിൽ നിന്ന് 2 ലേസൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ്. അപ്പോൾ ചേച്ചിയുടെ കൊച്ചുണ്ടല്ലോ, അങ്ങനെ 2 പേർക്കും ലേസൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.